സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പൃഥ്വിരാജ് സുകുമാരൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറക്കുന്ന ചിത്രമാണ് എമ്പുരാൻ. 2019 ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായ ലൂസിഫറിന്റെ തുടർഭാഗമായാണ് എമ്പുരാൻ എത്തുന്നത്. ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾ ഓരോന്നും സോഷ്യൽ മീഡിയ വലിയ ആവേശത്തോടെയാണ് സ്വീകരിക്കുന്നത്. അങ്ങനെ പ്രേക്ഷകരുടെ ആകാംക്ഷയ്ക്ക് പുതുമ നൽകിയ എമ്പുരാനിലെ 36 ക്യാരക്ടർ അപ്ഡേഷനുകളും വന്നുകഴിഞ്ഞു. 18 ദിവസം കൊണ്ട് 36 കഥാപാത്രങ്ങളെയും പരിചയപ്പെടുത്തുന്നതായിരുന്നു ക്യാമ്പയിൻ. അപ്പോഴും പ്രേക്ഷകർ ഏറെ തിടുക്കപ്പെട്ടത് ഖുറേഷി എബ്രഹാമായി എത്തുന്ന മോഹൻലാലിൻ്റെയും പൃഥ്വിരാജ് സുകുമാരൻ്റെ സെയ്ദ് മസൂദിൻ്റെയും ക്യാരക്ടർ അപ്ഡേഷനുകൾ കാണാനായിരുന്നു. പിന്നെ ക്യാരക്ടർ നമ്പർ 3 ആരാണെന്നറിയാനുള്ള ആകാംക്ഷയും പ്രേക്ഷകർക്കുണ്ടായിരുന്നു. അങ്ങനെ ക്യാരക്ടർ പോസ്റ്റർ ക്യാമ്പയിനിലുള്ള പ്രേക്ഷകരുടെ ആകാംക്ഷയ്ക്ക് പൂർണ്ണ വിരാമം ഇട്ടുകൊണ്ട് ആ 3 കഥാപാത്രങ്ങളും അവസാനം രംഗത്ത് വന്നു കഴിഞ്ഞു. മോഹൻലാലിൻ്റെ എബ്രഹാം ഖുറേഷി, പൃഥ്വിരാജ് സുകുമാരൻ്റെ സെയ്ദ് മസൂദ്, പിന്നെ മൂന്നാമതായി അഭിമന്യു സിംഗ് അവതരിപ്പിക്കുന്ന ബൽരാജ്. എബ്രഹാം ഖുറേഷിയുടെ ക്യാരക്ടർ അപ്ഡേഷൻ എത്തുന്നതിന് മുൻപ് പൃഥ്വിരാജ് സുകുമാരൻ പങ്കുവച്ചത് ഖുറേഷിയായെത്തുന്ന മോഹൻലാലിൻ്റെ ക്ലോസപ്പ് ഷോട്ടിലുള്ള കണ്ണുകളുടെ ചിത്രമാണ്. തൊട്ടു പിന്നാലെ തന്നെ എമ്പുരാനിലെ തങ്ങളുടെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള പൃഥ്വിരാജ് സുകുമാരൻ്റെയും മോഹൻലാലിൻ്റെയും വീഡിയോയും പുറത്തു വന്നിരുന്നു. ഹിറ്റ് ഗ്രൂപ്പ് അഥവാ ഹിറ്റ് ഫോഴ്സ് ലീഡ് ചെയ്യുന്ന ഒരു കമാൻഡോ ആയിട്ടാണ് നിങ്ങൾ സെയ്ദ് മസൂദിനെ പരിചയപ്പെട്ടത്. അങ്ങനെ മാത്രമേ നിങ്ങൾ ആ സിനിമയിൽ സെയ്ദ് മസൂദിനെ പരിചയപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ ഈ ഫ്രാഞ്ചൈസിയിലെ എല്ലാ കഥാപാത്രങ്ങളെയും പോലെ, മുരളി ഗോപി എഴുതുന്ന എല്ലാ കഥാപാത്രങ്ങളെയും പോലെ സെയ്ദ് മസൂദിനും അയാളുടെ ഒരു പാസ്റ്റ് ഉണ്ട്, അയാളുടെ ഒരു കഥ, അയാളുടേതായിരുന്ന ഒരു ലോകം. ആ കഥ എന്താണെന്നും ആ ലോകം എന്തായിരുന്നുവെന്നും ആ പാസ്റ്റ് എന്തായിരുന്നുവെന്നും ആ ലോകത്തിലേക്ക് എങ്ങനെയാണ് ഖുറേഷി എബ്രഹാം കടന്നു വന്നതെന്നും 2ാം ഭാഗത്തിൽ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് താൻ അവതരിപ്പിക്കുന്ന സെയ്ദ് മസൂദിനെ കുറിച്ച് പൃഥ്വിരാജ് സുകുമാരൻ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത്. ലൂസിഫറിൽ നിന്ന് എമ്പുരാനിലേക്ക് വരുമ്പോൾ കഥാപാത്രങ്ങളുടെ എണ്ണവും കഥയുടെ കോംപ്ലക്സിറ്റിയും കൂടുതൽ വളരുന്നുണ്ടെന്നാണ് പൃഥ്വിരാജ് സുകുമാരൻ പറയുന്നത്. ലൂസിഫർ അവസാനിക്കുമ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന മോഹൻലാലിൻ്റെ കഥാപാത്രം അയാൾക്ക് മറ്റൊരു പേരുണ്ടെന്നും എബ്രഹാം ഖുറേഷി എന്ന ആ പേരിൽ അറിയപ്പെടുന്ന അയാൾ ഭരിക്കുന്ന മറ്റൊരു ലോകമുണ്ടെന്നും അറിയിച്ചിരുന്നു. എബ്രഹാം ഖുറേഷിയുടെ ആ ലോകത്തെയാണ് പ്രേക്ഷകർ എമ്പുരാനിൽ പരിചയപ്പെടാൻ പോകുന്നത്. എങ്ങനെ ഖുറേഷി എബ്രഹാം ആ ലോകത്തിലെ പ്രശ്നങ്ങളും കേരളം അഭിമുഖീകരിക്കുന്ന നിലവിലെ പ്രശ്നങ്ങളും പരിഹരിക്കുന്നു എന്നതാണ് സിനിമ എന്നാണ് മോഹൻലാൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഖുറേഷി എബ്രഹാമിൻ്റെ മുഴുവൻ കഥ അറിയണമെങ്കിൽ ഈ ഫ്രാഞ്ചൈസിയിലെ 3ാം ഭാഗവും കാണേണ്ടതുണ്ടെന്നും മോഹൻലാൽ പറയുന്നു. 2ാം ഭാഗത്തിൽ അതിലേക്കുള്ള ലീഡ് അവസാനിപ്പിച്ചിട്ടുണ്ടെന്നാണ് മോഹൻലാൽ വ്യക്തമാക്കുന്നത്. ലൂസിഫറിലെ ചില കഥാപാത്രങ്ങൾക്കൊപ്പം പുതിയ കഥാപാത്രങ്ങളെയും പരിചയപ്പെടുത്തുന്നുണ്ട്. ക്യാരക്ടർ പോസ്റ്റർ ക്യാമ്പയിനിൽ ക്യാരക്ടർ നമ്പർ 3 ആയ ബൽരാജ്, തമിഴ്, ഹിന്ദി ചിത്രങ്ങളിൽ വില്ലനായി എത്തിയിട്ടുള്ള അഭിമന്യു സിംഗ് ആണ് ബൽരാജിൻ്റെ കഥാപാത്രം അവതരിപ്പിക്കുന്നത്. എമ്പുരാനിലും വില്ലനായി തന്നെ ആകുമോ താരം എത്തുന്നതെന്ന് വ്യക്തമല്ല. പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ആർട്ടിസ്റ്റുകളും എമ്പുരാൻ്റെ ഭാഗമാകുന്നുണ്ട്. ഗെയിം ഓഫ് ത്രോൺസ് എന്ന സീരീസിലൂടെ പരിചിതനായ ജെറോം ഫ്ലിൻ ആണ് ഇതിൽ പ്രധാനി. എന്നാൽ പൃഥ്വിരാജ് ഒളിപ്പിച്ചു വെക്കുന്ന 4ാമൻ ആരാകുമെന്ന് തലപുകഞ്ഞ് ആലോചിക്കുകയാണ് പല സിനിമാ ഗ്രൂപ്പുകളും. ചിത്രത്തിലെ 36 കഥാപാത്രങ്ങളെയും വ്യക്തമാക്കി കഴിയുമ്പോൾ പൃഥ്വിരാജ് ഒളിപ്പിച്ചു വെച്ച ആ 4ാമൻ ആരാണെന്നുള്ളതാണ് ഇപ്പോഴും അവശേഷിക്കുന്ന ചോദ്യം.